എന്താ കിടന്നു കളഞ്ഞത്? രണ്ട് ഏമാര് വന്ന് നിൽക്കുന്ന കണ്ടില്ലേ? ഒന്ന് എഴുന്നേറ്റ് ബഹുമാനിച്ചൂടെ? കാല് വയ്യ പിള്ളേ, ഒരു വേദന. എടി പെണ്ണെ, ഗോപി ഇവിടെ ഉണ്ടോ? അവനിവിടില്ല. നിങ്ങളോട് ചോദിച്ചില്ല, ഞാൻ എവളോട് ചോദിച്ചു. എടോ, താൻ പോലീസോ അതോ ഞങ്ങള് പോലീസോ? ഞങ്ങള് ചോദിച്ചോളാം. എന്തോന്നടി എന്റെ പേര്? ലളിത. തങ്കപ്പനും ഗോപി എവിടെ ഉണ്ടെന്ന് നിനക്കറിയാമല്ലോ. എവിടെയാടി അവര്? എനിക്കറിയില്ല. ഒടുക്കം അറിഞ്ഞെന്ന് പറയരുത്. ഞാൻ ഈ വീടൊന്ന് പരിശോധിക്കട്ടെ. കുട്ടമ്പിള്ളേ, കേറി നോക്ക്. ബാബുവാ, താൻ വരണ്ട. ഞാൻ വിളക്കാം. ഞാൻ അവിടെ നോളാം. എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ എവിടെയാണെങ്കിലും എന്റെ മനസ്സ് നിങ്ങൾ അന്വേഷിച്ചെത്തും. എന്റെ കാലുകൾ എന്നെ അങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യും. ഈ സമയത്ത് നീ ഇങ്ങനെ കരഞ്ഞാലോ? നിന്റെ ഈ കണ്ണീര് എന്റെ സർവശക്തിയും ചോർത്തിക്കളയും. നീ കരയരുത് ദേവു. നീയും ഒരു തൊഴിലാളിയാണ്. നമ്മൾ ഒരുമിച്ച് നിന്നാണ് സമരം ചെയ്യുന്നത്. നമ്മൾ തളരാൻ പാടില്ല. ആരെയും തളർത്തുകയും വരുത്. ആ നേതാവ് ഇപ്പൊ വരും. ഉടനെ തങ്കപ്പനിരിക്കുന്ന നേരത്തേക്ക് എന്നെയും കൊണ്ടുപോകും. അങ്ങോട്ട് പോകണ്ട, അവിടെ മുഴുവൻ പോലീസാണ്. തങ്കപ്പൻ അവരെ പിടിക്കുമോ? ഇല്ല, അങ്ങനെ സംഭവിച്ച തന്നെയും നമ്മൾ ഭയപ്പെട്ടു പോകും. നമ്മളൊരു പ്രസ്ഥാനം കെട്ടിപ്പടുകയാണ്. അതിന് കൊടുക്കേണ്ട വില പലപ്പോഴും നമ്മുടെ ജീവനായിരിക്കും. ദേവകി ഇനിവിടെ നിന്നാൽ ഗോപി അപകടത്തിലാവും. ഞാൻ പോകാം. സ്ത്രീകൾ ഒരാകർഷണമാണ്. വിപ്ലവകാരികൾ ഒരിക്കലും ദുർബലരാകരുത്. നമുക്ക് നമ്മുടെ ഹൃദയം ഉരുക്കുകൊണ്ട് പണിയാം. ഇപ്പൊ ഈ വെളിച്ചം പോലും നിങ്ങളുടെ ശത്രുവാണ്. ഞാനെന്നങ്ങോട്ട് വന്നോട്ടെ? മനസ്സിലായില്ല. എന്റെ പേര് കൃഷ്ണൻ. ഇരിക്കൂ. ഞാൻ ഇവിടെ തൊട്ടടുത്താ താമസം. ഇവിടെ ആരോ പുതുതായി താമസിക്കാൻ വന്നു എന്നറിഞ്ഞു. ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി. ഞാനിവിടെ PWDയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ്. ഇന്നലെയാണ് ചാർജ് എടുത്തത്. സാർ ഇവിടെ ഒറ്റയ്ക്കാണോ താമസം? അതെ. എവിടെ സ്വദേശം? തിരുവനന്തപുരം. എന്നാ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ അപ്പുറത്തേക്ക് വിളിക്കാൻ മടിക്കരുത്. ശരി. ഞങ്ങള് നോക്കിക്കോ. എന്ത് മനുഷ്യനാ നോക്കുക? സാറ് മുമ്പിലാണെന്നോ? എന്നെ കണ്ട ആഹാ, നിങ്ങളാണോ? എന്താ പിടിച്ചില്ലേ? നിന്റെ ആളെ തങ്കപ്പനെവിടെ? എന്നെ കാണുമ്പോ നിങ്ങൾക്ക് ഇതേ ചോദിക്കാനുള്ളൂ. പിന്നെ എന്നോട് എന്ത് ചോദിക്കാനാ? നിന്നെ കല്യാണമാക്കിട്ടേ ചോദിക്കട്ടെ. സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. ഇവിടെ ചൂലുണ്ട്. അത് മുറ്റമടിക്കാൻ മാത്രമല്ലെന്ന് ഓർക്കണം. നിനക്ക് പോലീസിന് ഒരു വിലയില്ലല്ലോ. ഇന്നലെ രാത്രി തങ്കപ്പൻ ഇവിടെ വന്നിരുന്നു എന്ന് കേട്ടല്ലോ. കേട്ടത് ശരിയാണ്. എന്നിട്ട് അവൻ എങ്ങോട്ട് പോയി? എങ്ങും പോയിട്ടില്ല, അകത്തിരിപ്പുണ്ട്. കേറി പിടിച്ചോ. എന്നിട്ട് എന്റെ മുമ്പിലിട്ട് അവന് രണ്ട് കൊടുക്കണം. അയ്യോ അയ്യോ എന്ന അവന്റെ നിലവിളി എനിക്ക് കേൾക്കണം. നീ ഞങ്ങളെ അത്രയ്ക്ക് മോശക്കാരാക്കാതെ. എന്നെങ്കിലും ഒരിക്കൽ നീ ആ വിളി കേൾക്കും. സൂക്ഷിച്ചോ, നിന്നെ ഈ കേസുകൾ പ്രതിയാക്കും. വാസുള്ള ചേട്ടാ, വാ പോവാം. അയ്യോ സാറുമാരെ,
അവനെ പിടിക്കാതെ പോവാണോ? പോലീസുകാരെ കളിയാക്കുന്നു. കോട കോട കൊട ഞാൻ എടുത്തരാം. കൊട താനെടുത്തോ. കോട വേണം. പൊയ്ക്കോ. പിന്നെ അവര് തിരിച്ചു വന്നാലോ ചേച്ചി? വരില്ല. വന്നാൽ ആര് ചത്താലും നീ രക്ഷപ്പെട്ടോളൂ. അമ്മയ്ക്കൊന്നുമില്ല മോനെ, ഒരു പനി അത്രേ ഉള്ളൂ. നീ വിഷമിക്കാതെ. അമ്മയ്ക്ക് മനസ്സ് വേദനയാ, അല്ലാതെ ഒന്നുമില്ല. പണ്ടൊക്കെ ഇതിനേക്കാ വലിയ പനി വന്നിട്ട് അമ്മ കിടന്നിട്ടുണ്ടോ? അമ്മയ്ക്ക് എപ്പോഴും ചേട്ടനെ കുറിച്ചുള്ള വിചാരം തന്നെയാ. ആ പോലീസുകാരും നാരായണപിള്ളയും കേറി ഇറങ്ങി നടക്കുക. അവരെ കാണുമ്പോഴാ അമ്മയ്ക്ക് കൂടുതൽ വിഷമം. നീ ഇത്തിരി കാപ്പി തിളപ്പിച്ചു കൊടുക്കും. കാപ്പിപ്പൊടിയും പഞ്ചസാരയും ഇല്ല ചേട്ടാ. നേരത്തും കാലത്തും വിശപ്പടക്കാൻ അമ്മയ്ക്ക് വല്ലതും കൊടുക്കണ്ടേ? അതിന് ഇവിടെ ഒരു വഴിയില്ല. അമ്മയെ അമ്മാവന്റെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയാലോ? ഞാൻ എവിടെയും പോകുന്നില്ല. വല്ലപ്പോഴും ഇവൻ ഇങ്ങനെ ഒളിച്ചും പതുങ്ങിയും വരുമ്പോഴെങ്കിലും എനിക്കിവനെ കാണാമല്ലോ, അത് മതി. അച്ഛാ, ആ അളിയാപ്പോ ഒന്ന് കുറച്ചു നേരമായി. ദേ അരിയും ഉപ്പും മുളകും പഞ്ചസാരയും അകത്തുകൊണ്ട് വെച്ചേക്കും. കോപി പൊയ്ക്കോളൂ. അമ്പലക്കടവിൽ ഒരു പോലീസ് ബോട്ട് കിടക്കുന്നു. മുമ്പൊക്കെ കാലന്മാരെ കാത്തു നടക്കുക. നിനക്ക് എന്തെങ്കിലും പറ്റിയ നിന്നേക്കാൾ മുമ്പ് ഞാൻ ചാകുവിടാൻ മോനെ. നിന്നെ ഓർത്ത് കരയുന്നവളാണ് ഞാൻ. എന്നെ ഓർത്ത് നീ കരയരുത്. പൊയ്ക്കോ. മാമൻ പോട്ടെ മോനെ. നീ ഇപ്പൊ പൊങ്ങണ്ട. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പൊങ്ങുമല്ലോ, അന്ന് നിന്നെ ഞങ്ങൾ പൊക്കിക്കോളാം. ഇനിയും പണിമുടക്ക് തുടരുന്നതിൽ അർത്ഥമില്ല. നിങ്ങളെ രണ്ടുപേരെയും തിരിച്ചെടുക്കാൻ വേണ്ടിയാ പണിമുടക്ക് തുടങ്ങിയത്. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒളിവില്ല. അവരോട് പണിക്ക് കയറാൻ പറയണം. അപ്പോ മുതലാളിയുടെ ഉദ്ദേശം സാധിച്ചു, അയാൾ ജയിച്ചു അല്ലേ? ഇല്ല, ഇവിടെയും തൊഴിലാളികൾ ഒരുമിച്ച് ചിന്തിക്കാനും കൂട്ടായി വിലപേശാനും തുടങ്ങി. അത് നമ്മുടെ നേട്ടമാണ്. എന്താ ഗോപി? എന്ത് പറയാൻ? ഇതിലും ഭേദം മരണമാണ്. ഇരുട്ടിൽ ഇങ്ങനെ ഒളിച്ചു കഴിയാൻ എനിക്ക് വയ്യ. അമ്മയെ കാണാൻ പോയത് പോലീസ് ഓടിച്ചു, കായലിൽ ചാടി രക്ഷപ്പെട്ടു. ഇതിനേക്കാൾ വലിയ ത്യാഗങ്ങൾ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സഹിക്കേണ്ടി വരും. മാത്രവുമല്ല, നിങ്ങൾ നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കുകയും വേണം. ഞാൻ പറഞ്ഞില്ലേ ധാരാളമല്ലേ, പട്ടിണി കിടക്കുമ്പോ യുവന്മാരൊക്കെ വന്ന് ജോലി ചെയ്യുന്നു. ഗതി കെട്ടാ പുലി പുല്ലും തിന്നു. മനുഷ്യനെ കൊണ്ട് ഈ വേണ്ടാതീനെ മുഴുവൻ കാണിപ്പിക്കുന്നു വയറല്ലേ മുതലാളി? നല്ലതല്ലടി. അമ്മിക്കുട്ടി സുഖം തന്നെ. ശങ്കരാ, തിരിച്ചു വിട്ടവരെ തിരിച്ചെടുക്കാനല്ലേ പണി മുടക്കിയത്? അവരെവിടെ? തിരിച്ചെടുക്കാൻ ഞാൻ അവരെ തിരക്കി നടക്കുകയാണ്. അവരെ കള്ളക്കേസിൽ കുരുക്കി. അവർ ഒളിവിലായി. ശങ്കരൻ ചേട്ടാ, ദാ യൂണിയന്റെ മാസം. ധാരാളമല്ലേ, നിങ്ങൾ ഇന്ന് കോട്ടയത്ത് പോണം. ഇന്ന് തന്നെ പോണോ? നാളെ പോയ പോരെ? പോരാ, ഇന്ന് തന്നെ പോണം. എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്. മുതലാളിക്ക് അത്യാവശ്യം ഞാൻ പോവും. എന്താ ഞാനും ചെയ്ത്? ഞാൻ വരുമെന്ന് അറിഞ്ഞിട്ടാണോ ഈ ഒരുക്കം? അതെ, അങ്ങേര് കോട്ടയത്ത് പോകുന്നെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി. അങ്ങേര് ഇറങ്ങിയാൽ ഉടനെ മുതലാളി എത്തുമെന്ന്. ഈ നാരായണപിള്ള ഉപേക്ഷിച്ചൂടെ? നിനക്ക് ചിലവര് ഞാൻ തരാം. മുതലാളിയുടെ ചിലവിലല്ല ഞങ്ങൾ ഇപ്പോഴും കഴിയുന്നത്. എനിക്ക് നിന്നെ സ്വന്തമായി കിട്ടണം. ഇപ്പൊ നിന്നെ ഇങ്ങനെ ഒന്ന് കാണണമെങ്കിൽ നിന്റെ ഭർത്താവ് കോട്ടയത്ത് അയക്കണ്ടേ? മുതലാളി ഒരു പിരിച്ചുവിടലുകാരനാ. എന്നെയും പിരിച്ചുവിട്ടാലോ? നിന്നെ പിരിച്ചുവിടില്ല. ഞാൻ ജോലിക്ക് പുതിയ ആളെ വെച്ചെന്ന് വരും, പക്ഷേ നിന്നെ പിരിച്ചുവിടില്ല. എന്തിനും
ഒരു മറ വേണ്ടേ? എനിക്കൊരു ഭർത്താവുള്ളത് നല്ലതാണ്. ആണോ? എങ്കിൽ നാരായണമുള്ള മതി. വരൂ വരൂ, പതുക്കെ പതുക്കെ പതുക്കെ. എന്താ, എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണോ? നിങ്ങൾ ഞാൻ എന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എന്റെ ഹൃദയത്തിലിട്ട് അടയ്ക്കുകയും ചെയ്തു. ആ, ഇതിൽ എന്തൊക്കെയാണ്? ചോറ്. തങ്കപ്പൻ എവിടെ? അവൻ ഒരിടത്തുണ്ട്. അവൻ ഒരു കുഴപ്പവുമില്ല. ഞാനിരുന്ന സ്ഥലം എങ്ങനെയോ പോലീസ് അറിഞ്ഞു. ഇന്നലെ രാത്രി മുതൽ ഈ വള്ളത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. ജീവിതം മുഴുവനും ഇങ്ങനെ കഴിയേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഒരുപാട് സങ്കല്പങ്ങൾ. കായൽ തീരത്ത് എവിടെയോ ഒരു കൊച്ചു വീട്, മുറ്റത്തിരുന്ന് കളിക്കുന്ന നമ്മുടെ കുട്ടികൾ. ആ, നീ വന്നിട്ട് എന്റെയും നിന്റെയും കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അമ്മയുടെയും പെങ്ങളുടെയും കാര്യം ഒന്നും പറഞ്ഞില്ല. അവർക്കാർക്കും ഒരു കുഴപ്പവുമില്ല, സുഖം. അയ്യോ, പോലീസ്! പേടിച്ചു പോയല്ലേ? കൊള്ള, പിന്നെ പേടിക്കാരി. ചേച്ചി എങ്ങനെ ഇവിടെ എത്തി? ഗോപി ഇതിലെ വരുമെന്ന് ആളെ പറഞ്ഞയച്ചു. ഇച്ചിരി ചോറും മീനും കൊണ്ടുവന്നു. അല്ല, ഇതെന്താണ് ഈ വേഷത്തിൽ? ബാ, തനിക്ക് മുണ്ടൊരെണ്ണം. വളരെ കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ചതാ. സൂക്ഷിച്ചു വെച്ചു, പ്രയോജനപ്പെടും. ആ, ഞാനിരുന്നിടത്തും പോലീസ് എത്തി. നേതാവാണ് എന്നെ രക്ഷപ്പെടുത്തി ഇവിടെ എത്തിച്ചത്. തങ്കപ്പ, നിന്നെ ഓർത്തിട്ട് എനിക്കൊരു മനസമാധാനവും ഇല്ല. എനിക്ക് ചേച്ചിയുടെ കാര്യത്തിലാണ്. ചേച്ചി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. എന്നാരും ഒന്നും ചെയ്യില്ല. വെട്ടുകത്തിയെടുത്ത് തലയണിക്കടിയിൽ വെച്ചുകൊണ്ടാണ് ഞാൻ കിടക്കുന്നത്. പോലീസ്, പോലീസ്! രക്ഷപ്പെട്ടു. അയ്യോ, അയ്യോ, ഇനി ദുഃഖിച്ചിട്ട് എന്ത് ചെയ്യാനാ മോളെ? നിനക്കൊരു പായ വിരിക്കാനുള്ള സ്ഥലം ഇവിടെയുണ്ട്. കിടന്നുറങ്ങ. കിടക്കും മോളെ. നീ ഇപ്പൊ ഇവിടെയാണോ താമസം? അതെ, എന്റെ വീട് കത്തിപ്പോയില്ലേ.
ആരോ മഹാഭാവികൾ തീ വെച്ചതാണ്. ആരത് കത്തിച്ചത്? കഷ്ടമായി പോയി. ആരായിരുന്നാലും അവന്റെ തല ഇടുത്തി വീഴും. അത്രയ്ക്കൊന്നും പറയണ്ട. നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടെന്നാ പോരാ. എടീ, തങ്കപ്പനും ഗോപി ഇവിടെ വരാറുണ്ടോ? സത്യം പറയണം. വരാറില്ല. എടി ദേവകി, ഇത് ആണുങ്ങളുടെ ഷർട്ടല്ലേ? അതെ, ഇത് ആണുകളുടെ ഷർട്ട് തന്നെയാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം അവരിവിടെ വരുന്നുണ്ടെന്നല്ലേ? അതെ, നിങ്ങൾക്ക് അവരെ പിടിക്കണോ? ആ, ഈ ഷർട്ടും വെച്ച് നിങ്ങൾ എല്ലാരും ഇവിടെ കുത്തിയിരുന്നോളൂ. ഈ ഷർട്ട് എടുക്കാൻ അവരിവിടെ വരും, അപ്പൊ പിടിക്കാം. പോലീസിനോടാന്നോട് നിന്റെ കളി തമാശ. നിനക്ക് അശേഷം പേടിയില്ലല്ലോടി. ആ, ഇനി എന്ത് പേടിക്കാനാ സാറേ? ഒരു ആങ്ങളെയുണ്ട്. ആ, അവന്റെ തല ഇനി എന്നാ കുരിക്കിൽ വീഴുന്നെന്ന് അറിഞ്ഞുകൂടാ. കിടപ്പാടമുള്ളത് കത്തിപ്പോയി. ആരെങ്കിലും ഒരുത്തിനെ കൊന്നാ സർക്കാർ എനിക്ക് ചോറ് തരും. ഞാനതിന് കരുതി നടക്കുക. ഇവിടെ ചെകുത്താനും ദൈവത്തിനും പേടില്ലാത്ത ജാതിയാ. വാ, നമുക്ക് പോവാം, പിന്നെ കാണാം. വാസുപള്ളിയും കുട്ടമ്പള്ളിയാണോ അത്? അല്ല, ഞങ്ങൾ പുതിയ ആൾക്കാരാ. ആഹാ, പുതിയ ഡ്യൂട്ടിക്കാരായിരിക്കും. അതെ. കേട്ടോ സാറന്മാരെ, അവന്മാർ ഇവിടെ തന്നെ ഉണ്ട്. ഗോപിയും തങ്കപ്പൻ. അവന്മാര് ദിവസം വീട്ടിൽ വരുന്നുണ്ട്, അമ്മയും പെങ്ങന്മാരെയും കാണുന്നുണ്ട്, തിരിച്ചു പോകുന്നുണ്ട്. വാസുപിള്ളയ്ക്ക് കുട്ടമ്പിള്ളയ്ക്ക് അവന്മാരെ പിടിക്കാൻ കഴിയുന്നുള്ള എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ഉഷാറില്ല. നിങ്ങൾക്ക് അവന്മാരെ പിടിക്കണോ? നേരെ ഗോപിയുടെ വീട്ടിലേക്ക് ചെല്ല്. അവന്റെ അമ്മയെ പിടിച്ച് ചെവിക്കുറ്റിക്ക് 2 എണ്ണം കൊടുക്കണം. എന്നിട്ട് ഒരൊറ്റ ചോദ്യം, എവിടെടി നിന്റെ മോൻ? മറ്റവന്റെ തങ്കപ്പന്റെ പെങ്ങളും അവിടെയുണ്ട്, ദേവകി. അവൾക്ക് 2 എണ്ണം കൊടുക്കണം. എന്നിട്ട് അവളോട് ഒരൊറ്റ ചോദ്യം, എവിടെടി നിന്റെ ആങ്ങളെന്ന്? എന്റെ പൊന്നു സാറുമാരെ, തല്ല് കൊള്ളുമ്പം തത്ത തത്ത പറയുമ്പോൾ പറയും. അവന്മാരെ പിടിക്കുമ്പോ എന്റെ പൊന്നു സാറുമാരെ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. അവന്മാർ കയ്യും കാര്യം കെട്ടിയിട്ട് ഒന്ന് എന്റെ മുമ്പിൽ ഇട്ട് തരണം. എനിക്ക് 2 ചവിട്ട് ചവിട്ടണം. അല്ല, സാറുമാരെന്താ ഒന്നും മിണ്ടാത്തത്? തണുപ്പുണ്ടായിരിക്കും അല്ലേ? ഇതാ ഒരു ബീഡി വലിച്ചോളൂ, ചൂടാവട്ടെ. താൻ ഞങ്ങളെ ഒറ്റ കൊടുക്കാൻ നടക്കുകയാണല്ലേ? ഇനി താൻ ഞങ്ങളെ ശല്യം ചെയ്യാൻ നടന്നാൽ തന്നെ കുത്തിക്കൊണ്ട് കായല്ലേ?